Attention +2 students. Free coaching. Logos Academy തൃശൂരും കർണാടകയിലെ പ്രശസ്തമായ നവോദയ മെഡിക്കൽ കോളേജും സംയുക്തമായി നടത്തപ്പെടുന്നു. ഫ്രീ കോച്ചിംഗ് മാർച്ച് 30 മുതൽ ഏപ്രിൽ 30 വരെ രാവിലെ 9:30 മുതൽ 4:30 വരെ. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഫ്രീ എൻട്രൻസ് ക്രാഷ് ബാച്ച് പരിശീലനം കൊടുത്ത ഇന്ത്യയിലെ ഏക സ്ഥാപനം ലോഗോസ് അക്കാദമി. സെക്കൻഡ് ഫ്ലോർ ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മനോൻ റോഡ്, തൃശൂർ. മൊബൈൽ 9447 63440 9447 63840. പരിശുദ്ധ റംസാനിലെ പവിത്രമായ ബദർ ദിനം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആചരിക്കുന്നു. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ സ്മരണ പുതുക്കി മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനാ സദസ്സുകളും അന്നദാനവും സംഘടിപ്പിച്ചു. ഇസ്ലാമിക ചരിത്രത്തിലെ ഉജ്ജ്വലമായ ബദർ യുദ്ധത്തിന്റെ സ്മരണയിലാണ് വിശ്വാസികൾ ഇന്ന്. ആറ്റൂർ ഇസ്ലാഹുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗലീദ് പാരായണവും മജ്ലിസ് നൂർ പ്രാർത്ഥനാ സദസ്സും നടന്നു. മഹല്ല് ഖത്തീബ് ഉമർ അൻവരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഭാരവാഹികളായ OM ഏന്ത്യൻ മാസ്റ്റർ അലി, KK ഹംസ ആദം, KM മുഹമ്മദ് ഹാജി, CM മൊയ്തീൻകുട്ടി, ഉമ്മർ ഹാജി, OH റസാഖ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് നൂറുകണക്കിന് വീടുകളിലേക്ക് ഭക്ഷണ വിതരണവും നടത്തി. മുള്ളൂർക്കര ജുമാ മസ്ജിദിൽ നടന്ന സമൂഹ പ്രാർത്ഥനയ്ക്ക് ഇമാം അഷ്റഫ് ദാരിമി നേതൃത്വം നൽകി. MP കുഞ്ഞിക്കോയ തങ്ങൾ, ഉമ്മർ മാസ്റ്റർ, CM ഷംസു എന്നിവരുടെ നേതൃത്വത്തിൽ അന്നദാനവും നടന്നു. ത്യാഗത്തിന്റെയും പ്രാർത്ഥനയുടെയും സ്മരണകൾ പുതുക്കിയാണ് മഹല്ലുകളിൽ ബദർ ദിനം ആചരിച്ചത്. അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളെ മുഴുവനും കാറ്റിൽ പറത്തി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു കയറി അവിടെയുള്ള പച്ച മനുഷ്യരെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യുദ്ധയാത്രകൾ ലോകത്തിന് വലിയ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. മഹാന്മാരായ സഹാബത്തിനോട് യുദ്ധയാത്രകളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ നിർദ്ദേശം ഒരിക്കലും കുഞ്ഞുങ്ങളെ വധിക്കരുത്, വയോവൃദ്ധന്മാരെ വധിക്കരുത്, അപ്രകാരം തന്നെ ശത്രു രാജ്യത്തുള്ള മരങ്ങളെപ്പോലും വെട്ടി നശിപ്പിക്കരുത് എന്ന കർശന നിർദ്ദേശവുമായിട്ടാണ് മഹാന്മാരായിരിക്കുന്ന സഹാബികളെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണഭൂമികളിലേക്ക് അയച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളും അതിൻ്റെ അനിവാര്യതയുമൊക്കെ സമൂഹം പഠിക്കുകയും ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കുകയും ചെയ്യേണ്ടത്. ഞങ്ങളുടെ മഹല്ലിൽ മൊത്തം 600ഓളം വീടുകൾ ഉണ്ട്. അതിൽ പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ തലമുറകളായി ഇവിടെ ചെയ്തു വരുന്നത് മാംസം വാങ്ങിച്ച് പാചകം ചെയ്ത് വിതരണം ചെയ്യാണ്. ഏകദേശം ഒരു 550-600ഓളം കിലോ ഇറച്ചി വാങ്ങി പാചകം ചെയ്തിട്ടാണ് വിതരണം ചെയ്യുന്നത്.